പരിശുദ്ധ ജപമാലയിലൂടെ മാതാവിനോടൊപ്പം ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളിലൂടെ കടന്നുപോയ നമുക്ക് കർത്താവിന്റെ വചനം ശ്രവിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കരുണയുടെ വർഷമായിട്ട് ആചരിക്കപ്പെടുന്ന ഈ നാളുകളിൽ കർത്താവിന്റെ കരുണയെക്കുറിച്ചും ഈ ജൂബിലി ഇയറിനെ കുറിച്ചും നമുക്ക് വിചിന്തനം ചെയ്യാം. എന്താണ് ജൂബിലി? പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് 8 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക, 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയോ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് എല്ലാ 50 വർഷത്തിലും, അതായത് ജൂബിലി വർഷത്തിൽ, അടിമകൾ സ്വതന്ത്രരാകുന്നു, കടങ്ങൾക്ക് ഇളവ് കിട്ടുന്നു, തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നു. നാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇപ്രകാരം വായിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വചനം. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് ജൂബിലി വർഷത്തിൽ നാം ചെയ്യുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ ആഹ്വാനം ചെയ്തു. ഈശോയിൽ വെളിവാക്കപ്പെട്ട പിതാവിന്റെ അനന്തകാരുണ്യം പ്രഘോഷിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതും സഭയുടെ പ്രഥമവും പ്രധാനവുമായ കടമയും അവകാശവുമായി കരുതേണ്ടതാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്രേരണയാൽ തിരുസഭയുടെ പരമാധികാരിയായ ഫ്രാൻസിസ് പാപ്പ ഇതാ എക്സ്ട്രാ ഓർഡിനറി ജൂബിലി ഇയർ ഓഫ് മേഴ്സി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് പോളണ്ടിലെ ഒരു പാവപ്പെട്ട കന്യാസ്ത്രീക്ക്, വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഈ വാക്കുകൾ എഴുതുക, ലോകത്തോട് എന്റെ കരുണയെപ്പറ്റി പറയുക. അതെത്ര അഗ്രാഹ്യമാണെന്ന് എല്ലാവരും അറിയട്ടെ. സമീപിച്ചുകൊണ്ടിരിക്കുന്ന അവസാന ദിവസങ്ങളുടെ അടയാളമാണിത്. അവസാനമായി വിധിയുടെ ദിവസം വരും. ഞാൻ വിധിയാളനായി വരുന്നതിന് മുൻപ് കാരുണ്യത്തിന്റെ രാജാവായി എന്നെ തന്നെ വെളിപ്പെടുത്തും. കാരുണ്യത്തിന്റെ വാതിലിലൂടെ പ്രവേശിക്കുവാൻ മനസ്സില്ലാത്തവൻ നീതിയുടെ വാതിലിലൂടെ കടക്കേണ്ടി വരും. ഇതാ, ഇപ്പോൾ ഞാൻ കരുണയുടെ ദിവസങ്ങൾ നീട്ടിത്തന്നിരിക്കുന്നു. എന്റെ സന്ദർശനത്തിന്റെ സമയം അറിയാത്തവന് ദുരിതം. പ്രിയ സഹോദരങ്ങളെ, ഇതാ കർത്താവ് നമുക്കായി നീട്ടിത്തന്നിരിക്കുന്ന കരുണയുടെ ദിവസങ്ങൾ. ഈ കരുണയുടെ വർഷത്തെ നമുക്ക് ഗൗരവമായി തന്നെ കാണാം. ധൂർത്തപുത്രൻ തിരികെ വന്നതുപോലെ, പത്രോസിന്റെ പശ്ചാത്താപം പോലെ
പാപിനിയായ സ്ത്രീയുടെ മാനസാന്തരം പോലെ ഇതാ ദൈവത്തിന്റെ കരുണയിലേക്ക്, സ്നേഹത്തിലേക്ക് തിരികെ വരാൻ സ്വീകാര്യമായ സമയം ദൈവം നമുക്ക് അനുവദിച്ചു നൽകിയിരിക്കുന്നു. കരുണ എന്ന വാക്കിന്റെ ഉത്ഭവം ലാറ്റിൻ പദമായ മിസറിക്കോർഡിയെ എന്നതിൽ നിന്നാണ്. ഇതിന്റെ അർത്ഥം ദയ, കരുണ, സ്നേഹപൂർവമായ ഇടപെടൽ, ക്ഷമ എന്നൊക്കെയാണ്. കരുണയുടെ വർഷത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇറക്കിയ ചാക്രിക ലേഖനമാണ് മിസറിക്കോർഡിയെ വോൾട്ടൂസ്. ഏകദേശം 25 കണ്ണികകളാണുള്ളത്. നമുക്ക് ഇതിലൂടെ അല്പമായി ഒന്ന് കടന്നു ചെല്ലാം. ഈ ചാക്രിക ലേഖനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: ജീസസ് ക്രൈസ്റ്റ് is the face of the Father's mercy. പിതാവായ ദൈവത്തിന്റെ കരുണയുടെ മുഖമാണ് ഈശോ മിശിഹ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വം ഇതിൽ അടങ്ങിയിരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ കരുണ ഈശോ മിശിഹായിലൂടെ ഈ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വചനം ഇപ്രകാരം പറയുന്നു: എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതേ സഹോദരങ്ങളെ, ഈശോയുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ജീവിതത്തിലൂടെയും പിതാവായ ദൈവത്തിന്റെ കാരുണ്യമാണ് നമുക്ക് വെളിപ്പെട്ടത്. പരിശുദ്ധ പിതാവ് തുടരുന്നു: ദൈവത്തിന്റെ കരുണയാകുന്ന രഹസ്യം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് രക്ഷയുടെ അനുഭവമാണ്, ശാന്തിയാണ്, സമാധാനമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന വലിയ രഹസ്യത്തിന്റെ ചുരുളറിയാൻ ഈ കരുണയിലേക്ക് മനുഷ്യൻ കടന്നു വരണം. പരിശുദ്ധ ത്രിത്വം ഈ കരുണ, ഈ സ്നേഹം ഓരോ മനുഷ്യ ഹൃദയങ്ങളിലും നിറച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലുള്ള ഈ കാരുണ്യത്തിന്റെ തികവിൽ എന്റെ സഹോദരനെ, എന്റെ സഹോദരിയുടെ കണ്ണിലേക്ക് നോക്കിയാൽ എങ്ങനെ എന്റെ സഹോദരനെ അല്ലെങ്കിൽ എന്റെ സഹോദരിയെ എനിക്ക് സ്നേഹിക്കാതിരിക്കാനാവും? പരിശുദ്ധ പിതാവ് പറയുന്നു: I will have the joy of opening the holy doors. The holy door will become a door of mercy through which anyone who enters will experience the love of God who consoles, pardons and instills hope. പരിശുദ്ധ പിതാവിന്റെ ഈ ആഹ്വാനം അനുസരിച്ച് റോമിലെ കത്തീഡ്രലിന്റെ വിശുദ്ധ വാതിൽ മാത്രമല്ല, എല്ലാ കത്തോലിക്ക രൂപതകളിലെയും കത്തീഡ്രൽ ദേവാലയത്തിന്റെ വിശുദ്ധ വാതിൽ ഈ കാരുണ്യ വർഷത്തിൽ തുറന്നിട്ടിരിക്കുന്നു. കുമ്പസാരവും വിശുദ്ധ കുർബാനയും സ്വീകരിച്ച് ഈ വിശുദ്ധ വാതിലിൽ കൂടി കയറുന്നവർക്ക് പ്രത്യേക ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് പിതാവ് അറിയിച്ചിരിക്കുന്നു. നമുക്ക് ഇത് കൃപയുടെ ആത്മീയ ഉണർവിന്റെ നിമിഷങ്ങളാക്കി മാറ്റാം സഹോദരങ്ങളെ. ഈ ജൂബിലി വർഷം അവസാനിക്കുന്നത് 2016 ക്രിസ്തുരാജന്റെ തിരുനാൾ ദിനമായ നവംബർ 20-നാണ്. പരിശുദ്ധ പിതാവ് പ്രത്യാശിക്കുന്നത് നാം ഓരോരുത്തരും കർത്താവിന്റെ കരുണയിൽ മുങ്ങിക്കുളിച്ച് നന്ദിയോടും സ്നേഹത്തോടും കൂടെ കർത്താവിന്റെ കൃപയിൽ ആയിരിക്കാനാണ്. പിതാവ് നമ്മെ വീണ്ടും ഉപദേശിക്കുന്നു. ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ അനന്ത കരുണയും ഒരിക്കലും ഉപേക്ഷിക്കാത്ത അവിടുത്തെ സ്നേഹവുമാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 22-ൽ എത്ര പ്രാവശ്യം നാം ക്ഷമിക്കേണ്ടതിനെ കുറിച്ചും 35-ാം വചനത്തിൽ നാം അന്യരുടെ കുറവുകൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ പിതാവ് നമ്മോടും അപ്രകാരം പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും വിവരിക്കുന്നു. ഈ കാരുണ്യ വർഷത്തിന്റെ പ്രധാന തീമാണ് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വചനം: നിങ്ങളുടെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുവിൻ. മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ, അവരോട് ക്ഷമിക്കുമ്പോൾ, നമുക്കെതിരെ
മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് നാം പൊറുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നാം കാണും. ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനാൽ സഹോദരങ്ങളെ, ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് രക്ഷയുടെ ദിവസം. നമുക്ക് ഉണരാം. സഹോദരന്റെ കുറവിനെയും അവന്റെ ബലഹീനതയെയും ഭാരമായി കാണാതെ സന്തോഷത്തോടെ അവയെ സഹിച്ച് കർത്താവിന്റെ കാരുണ്യത്തിന്റെ വക്താക്കളാകാം. ദൈവത്തിന്റെ കരുണ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് മുൻപോട്ട് വരാം. പല ജൂബിലി വർഷങ്ങളും നാം ഘോഷിച്ചിട്ടുണ്ട്. എല്ലാ ജൂബിലി വർഷങ്ങളും കടന്നു പോകുന്നത് പോലെ ഈ കരുണയുടെ വർഷവും യാതൊരു ചലനവുമില്ലാതെ കടന്നു പോകാം. നമ്മുടെ ആയുസ്സിന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഈ വർഷവും കടന്നു പോകാം. അതിനാൽ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന കാരുണ്യ പ്രവൃത്തികൾ ഈ കാരുണ്യ വർഷത്തിൽ പ്രത്യേകം ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെയൊക്കെ ആദ്യ കുർബാന സ്വീകരണത്തിന് മുൻപ് നാം കാണാതെ പഠിച്ച് പറഞ്ഞു കേൾപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ വേദപാഠ ടീച്ചറിനെ. ഇന്ന് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അതിനാൽ പല പ്രാവശ്യം ഇതിനോടകം കേട്ടിട്ടുള്ളതാണെങ്കിലും നമുക്കത് വീണ്ടും ശ്രവിക്കാം. കാരുണ്യ പ്രവൃത്തികൾ രണ്ടു തരം, ആത്മീയവും ശാരീരികവും. ശാരീരികം 7. 1. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത്. 2. ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുന്നത്. 3. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്. 4. പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത്. 5. രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത്. 6. അവശരെ സഹായിക്കുന്നത്. 7. മരിച്ചവരെ അടക്കുന്നത്. നാം ഈ കേട്ട കാര്യങ്ങൾ തന്നെയാണ് അന്ത്യവിധി നാളിൽ അവിടുന്ന് നമ്മോട് ചോദിക്കുന്നതും. അതിനാൽ നമുക്ക് കുറച്ചുകൂടി ഗൗരവത്തോടെ ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ ഉത്സുകരാകാം. മത്തായിയുടെ സുവിശേഷം 25:45 പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അതിനാൽ സഹായം ആവശ്യമായിരിക്കുന്നവരെ, പാവപ്പെട്ടവനെയൊക്കെ തേടിയിറങ്ങാം. അവനിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ ദൈവത്തിന്റെ മുഖം ഈ ചെറിയവനിൽ കണ്ടുകൊണ്ട് കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് ഉത്സുകരാകാം. ഒപ്പം 7ാമത്തെ കാരുണ്യ പ്രവൃത്തിയായ മരിച്ചവരെ അടക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇവിടെ അമേരിക്കയിലായിരിക്കുമ്പോഴും ഈ സാഹചര്യത്തിലൊക്കെ മരിച്ചവരെ അടക്കുക എന്നത് ഒരു സാധാരണ കർമ്മമാണ്. അതിൽ വലിയ പ്രതിസന്ധിയൊന്നും നമുക്ക് നേരിടേണ്ടി വരുന്നില്ല. നമുക്ക് ഒന്ന് ചിന്തിക്കാം സഹോദരങ്ങളെ, നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ, ഭീഷണിയുടെ വക്കിൽ ജീവിക്കുന്നവർ, ക്രിസ്തുവിനെ അനുകരിക്കുന്നതിന്റെ പേരിൽ മരണമടഞ്ഞ എത്രയോ പേർ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സംസ്കാരം ശരിയായ വിധത്തിൽ നടത്താൻ സാധിക്കാത്ത എത്രയോ പേർ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദനിക്കുന്നു. അവരെയൊക്കെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. ഐസിസിന്റെ കരങ്ങളിൽപ്പെട്ട് മരണമടഞ്ഞ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ അനാഥമായി കിടക്കുന്ന മൃതശരീരങ്ങൾ, ദൈവത്തിന്റെ കരുണ എല്ലായിടത്തും എല്ലാ ഹൃദയങ്ങളിലേക്കും ഒഴുകണമേ എന്ന് നമുക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കാം. ഈ കാരുണ്യ വർഷത്തിൽ നമുക്ക് ആത്മാർത്ഥമായി ക്ഷമിച്ച് പ്രാർത്ഥിക്കാം. ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ, അവരും ദൈവത്തിന്റെ കരുണയിലേക്ക് കടന്നു വരുന്നതിനായി നമുക്കും പ്രാർത്ഥിക്കാം. കാരുണ്യ പ്രവൃത്തികൾ ആത്മീയം. 1. അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്. 2. സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത്. 3. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്. 4. തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത്. 5. ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്. 6. അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത്. 7. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ കാരുണ്യ വർഷത്തിൽ കരുണയുടെ പ്രവൃത്തികൾ ചെയ്ത് ശരീരത്തിന്റെയും ആത്മാവിന്റെയും വിശുദ്ധി പ്രാപിക്കുവാൻ കാരുണ്യത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ കരുണ ആവോളം അനുഭവിച്ച് ജീവിതം മുഴുവൻ ദൈവിക കരുണയിൽ ആശ്രയിച്ച് നമുക്ക് മാതൃകയായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. കുരിശിൻ ചുവട്ടിൽ
വിശുദ്ധ യോഹന്നാനോടൊപ്പം നിന്ന പരിശുദ്ധ അമ്മ ശത്രുക്കളോട് ക്ഷമിച്ച് ദൈവത്തോട് കരുണയ്ക്കായി യാചിക്കുന്ന തന്റെ മകനെ കാണുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാവരോടും കരുണ കാണിക്കാൻ, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ പ്രചോദനവും ധൈര്യവും ഇതിലൂടെ ലഭിച്ചു. നമുക്കും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം യാചിക്കാം. ദൈവത്തിന്റെ കരുണയിൽ ജീവിക്കുവാനും മറ്റുള്ളവരോട് കാരുണ്യത്തോടെ പെരുമാറുവാനും അവരുടെ തെറ്റുകളും കുറവുകളും ക്ഷമിച്ച് അവരെ സ്നേഹിക്കുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് യാചിക്കാം. പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനം അവസാനിപ്പിക്കുന്നത് സങ്കീർത്തകന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ്. 25-ാം സങ്കീർത്തനം 6-ാം വചനം, കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് നമുക്കും കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ.